എല്ലാവർക്കും പ്രണാമം. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള 9ാമത്തെ ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം യോഗത്തിൽ പോറ്റി ശ്രീ നേതശ്ശേരി മനോജ് അവറുകളാണ്. ഇന്ന് വിഷയാവതരണം നടത്തുന്നത് പൂജനീയ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി അവറുകളാണ്. വിഷയം വിഷ്ണു സഹസ്രനാമ നിത്യജീവിതത്തിൽ എന്നതാണ്. ഇന്നത്തെ ഈ സെമിനാറിന്റെ ആരംഭത്തിനായിട്ട് പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് ശ്രീമതി അനിത ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീമതി നിർമ്മല അവരെ ക്ഷണിക്കുന്നു. നിർമ്മലാജി ഉണ്ടായിരുന്നല്ലോ. നിർമ്മലാജി നമസ്കാരം. ഈ സെമിനാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യരായ ഉദ്ഘാടകനും വിഷയാവതാരകനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ വിഷ്ണു സഹസ്രനാമ പഠന യജ്ഞത്തിന്റെ 9ാമത്തെ ഓൺലൈൻ സെമിനാറാണിത്. ഇന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ യോഗത്തിൽ പോറ്റിയായ ശ്രീ നെയ്തശ്ശേരി മനോജ് അദ്ദേഹമാണ്. ഈ ഉത്സവവേളയിൽ വളരെയധികം തിരക്കുകൾക്കിടയിലും ഇതിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വിഷയാവതാരകനായി എത്തിയിട്ടുള്ള ഇന്നത്തെ വിഷയം വിഷ്ണു സഹസ്രനാമം നിത്യജീവിതത്തിൽ എന്ന വിഷയമാണ്. അതിനെ അധികരിച്ച് സംസാരിക്കാനെത്തിയ പൂജനീയ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഭക്തമണ്ഡലിയുടെ തന്നെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. അദ്ദേഹം പാലക്കാട് ഓലശ്ശേരി സ്വാമി ദയാനന്ദ ആശ്രമത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ അദ്ദേഹം സ്വാമി ദയാനന്ദ സരസ്വതി അവരുടെ ഒരു പ്രധാന ശിഷ്യനുമാണ്. പാലക്കാട് ഓലശ്ശേരി സ്ഥാപനത്തിന്റെ സ്ഥാപകനും എല്ലാ വേദ പുരാണേന്ത്യ ഇതിഹാസങ്ങളുടെ പ്രഗത്ഭനായ വ്യാഖ്യാതാവാണ്. ഇതിന്റെ എല്ലാം ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. കൂടാതെ ഒരു മാർഗദർശക് മണ്ഡലിയുടെ വൈസ് പ്രസിഡന്റ്, പാലക്കാട്ടുള്ള ധർമാചാര്യ സഭാ പ്രസിഡന്റ്, ഇതിന്റെ എല്ലാ സ്ഥാനവും അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അദ്ദേഹം തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയുമാണ്. അനാഥരും അശരണരുമായ കുട്ടികൾക്ക് നിസ്തുലമായ സ്നേഹവും സഹായവും അദ്ദേഹം നൽകി വരുന്നു. ബഹുമാന്യനായ അദ്ദേഹത്തെ അല്ലെങ്കിൽ പൂജനീയ സ്വാമിയെ ഞാൻ ഈ സെമിനാറിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി നിർമ്മലാജി. നമുക്ക് ഇന്നത്തെ ഈ സെമിനാറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ആദരണീയനായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം യോഗത്തിൽ പോറ്റി ശ്രീ നേതശ്ശേരി മനോജ് അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പത്മനാഭായ നമ. ഇത്രയും മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തില് ഞാൻ എന്താണ് സംസാരിക്കേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പലവട്ടം ഞാൻ എന്നോട് ചോദിച്ചു. നമ്മളെല്ലാവരും ശ്രീ പത്മനാഭ ദാസന്മാരായിട്ട്
ഭക്തന്മാരായിട്ട് സ്ഥിരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരു വളരെ മഹത്തായ ഒരു സംഭവം മറ്റ് ക്ഷേത്രങ്ങളിൽ ഒന്നും നടക്കാത്ത രീതിയിൽ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമായ തരണനല്ലൂർ കുടുംബത്തിന്റെ അനുഗ്രഹാശിഷ്യസോടുകൂടെ നമ്മൾക്ക് തുടങ്ങാൻ പറ്റിയതാണ് വിഷ്ണു സഹസ്രനാമ പഠനയജ്ഞം. പലരും ചോദിക്കും, ഇത് ഇപ്പോഴ് ഒരുപാട് പ്രിന്റഡ് ആയിട്ടുള്ള ബുക്കുകൾ കിട്ടും, വീഡിയോ ഉണ്ട്, ഇതൊക്കെ നോക്കി അവരവർ തനിച്ചിരുന്ന് വായിച്ചാൽ പോരെ, ജപിച്ചാൽ പോരെ എന്നൊരു സംശയം വരാം. പക്ഷേ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് മനുഷ്യർക്ക് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി ചർച്ച ചെയ്ത് കാണും. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ ആധ്യാത്മികതയും എന്ന് പറയുന്നത് നമ്മുടെ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. സംസാരിക്കുന്ന ബാക്കി എല്ലാരും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ ഭംഗിയായിട്ട് കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത് വെച്ചാൽ ആളുടെ ഓൺ ആക്കുക, ബാക്കി എല്ലാരും മൈക്ക് ഓഫ് ആക്കി വെക്കുക. അതെ, ഞാൻ തുടരട്ടെയോ? അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണല്ലോ. ഇന്നത്തെ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം മുഴുവനും പുറം ലോകത്തെക്കുറിച്ചാണ്. എന്നാൽ ഭാരതത്തില് മുൻകാലങ്ങളിൽ തൊട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടുന്ന് വന്നു, ആത്യന്തികമായ സത്യം എന്താണ് എന്നുള്ള സീക്കേഴ്സ് അല്ലെങ്കിൽ അന്വേഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ ഭാരതം. അതിന് നമ്മുടെ പൂർവികരായ ഗുരുക്കന്മാര് പ്രധാനമായിട്ട് 4 മാർഗങ്ങൾ തന്നിട്ടുണ്ട്. ഭക്തിമാർഗമെന്നും കർമ്മയോഗയെന്നും ഭക്തിയോഗയെന്നും ജ്ഞാനമാർഗമെന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 4 മാർഗങ്ങൾ തന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും ഒരു വാസനയ്ക്കനുസരിച്ച് ആ ഒരു രീതി അവലംബിച്ച് അതിൽ കൂടെ മുന്നേറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിഷയം ഭക്തി തന്നെയാണല്ലോ. ഭക്തിയിൽ കൂടെ എങ്ങനെ ഉള്ളിലേക്ക്, അത് ഒറ്റ വാക്യത്തിൽ വീണ്ടും നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, അദ്വൈതം എന്ന് തന്നെയാണ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഞാൻ എന്തോ അത് തന്നെയാണ് നീ, അല്ലെങ്കിൽ നീ എന്തോ അത് തന്നെയാണ് ഞാൻ. അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസി എന്നോ പ്രജ്ഞാനം ബ്രഹ്മയെന്നോ അയമാത്മാ ബ്രഹ്മയെന്നോ അല്ലെങ്കിൽ സോഹം എന്നോ പറയുന്ന വാക്കുകളുടെ അർത്ഥം മറ്റൊന്നുമല്ല. നമ്മളെ ആ ലെവലിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പൂർവികര് രൂപീകരിച്ചിരുന്ന ഒരു മാർഗം. അതിൻ്റെ ഭാഗമായിട്ട് സാക്ഷാൽ ഭഗവാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു അന്വേഷണത്തിന് പോയി അത് മുഴുവനും മനസ്സിലാക്കി ഏറ്റവും അവസാനം തത്വമസി, ശബരിമലയില് ശാസ്താവ് പറയുന്നത് പോലെ, അയ്യപ്പൻ പറയുന്നത് പോലെ തത്വമസി എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ പഠിച്ചതെല്ലാം ഭഗവാൻ എന്താണെന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ ഞാൻ പഠിച്ചതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് ബുദ്ധിപരമായിട്ട് ഉറപ്പിക്കാനും അതിനെ നമ്മുടെ അനുഭവ തലത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള രീതികളാണ്. ഓരോ മന്ത്രത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രകീർത്തിക്കുന്നത് ആരെ എന്ന് നോക്കിയാൽ നമ്മളെ തന്നെ ആണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇത്രയും ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പൂജനീയ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളുടെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കാതോർത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റും അത് തന്നെയാണല്ലോ, നിത്യജീവിതത്തിൽ. ഇതിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത്
ഈ അറിവിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഒരു കാലത്ത് നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും കുട്ടികൾക്ക് സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുത്തിരുന്നതായ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പല വീട്ടിലും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ഇല്ല. അങ്ങിന്ന് കുറച്ച് ഗുരുക്കന്മാര്, ജ്ഞാനികള്, ഇദ്ദേഹത്തെ പോലത്തെ ജ്ഞാനികൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കേണ്ടുന്ന കാലവുമാണിന്ന്. ഈ ഒരു അന്വേഷണത്തിൽ കൂടെ ഈ ഗുരുക്കന്മാര് തരുന്ന അറിവ് സ്വീകരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം സ്വയത്തമാക്കി നമ്മൾ ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിസ്സംശയം പറയാം നമ്മുടെ ജീവിതം ഒരു വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത്. വിജയം ഞാൻ ഒരു സാമ്പത്തികമെന്നോ ഉള്ള രീതിയിലായിട്ടല്ല പറയുന്നത്. ജീവിത വിജയം ജീവിതത്തിന്റെ ക്വാളിറ്റി സന്തോഷത്തിലാകുന്നതിലാണ്. ആയതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവ് നമുക്ക് നേടാം. എല്ലാ കാലത്തും ഭഗവത് കൃപയാൽ അറിവുള്ള ജ്ഞാനികള്, ഗുരുക്കന്മാര് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ അവതരിക്കുകയും നമ്മൾക്കത് തരികയും ചെയ്യുന്നു, ഈ അറിവ് തരികയും ചെയ്യുന്നു. എല്ലാ കാലത്തും ഈ അറിവിന്റെ ആവശ്യമുണ്ട്. ഓരോ കാലത്തും ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഓരോ രീതിയിലാണ്. ഇന്ന് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള പ്രാപ്തിയില്ലാത്ത കുട്ടികളെ വളർത്തിവിടുന്ന ഒരു അച്ഛനമ്മമാരുടെ സമൂഹത്തെയാണ് നമ്മളിപ്പം ചുറ്റിലും കാണുന്നത്. അവർക്ക് ഭക്തി എന്താണെന്നോ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ ആശ്വാസം നേടാനായിട്ട് ഈശ്വര സങ്കല്പത്തിൽ പോയി അത് പിടിക്കാനോ ഉള്ള ഒരു അറിവ് കൊടുക്കാത്തതിൻ്റെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോൾ സമൂഹത്തിലെ മൂല്യച്യുതിയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കണു. ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അങ്ങയുടെ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളുടെ വാക്കുകൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. ഉദ്ഘാടന പ്രഭാഷണത്തോടൊപ്പം വളരെ നല്ല അറിവുകളും കൂടി നമുക്ക് പങ്കുവച്ച ശ്രീ മനോജ് അവർക്ക് നന്ദി അറിയിക്കുന്നു. ഇനി വിഷ്ണു സഹസ്രനാമ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ പൂജനീയ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമിജിയുടെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. സ്വാമിജിയെ പ്രണാമപൂർവം സ്വാഗതം ചെയ്യും. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരം അന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം
പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ പത്മനാഭാ ശരണം. നമസ്കാരം സ്വാമിജി. സ്വാമിജിയെ കാണുന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് കാണാതിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും കാണാം സ്വാമി. എല്ലാവർക്കും കാണാം. അപ്പൊ അത് ഓരോരുത്തരുടെ അവനവന്റെ മൊബൈലിന്റെ കുഴപ്പങ്ങളാണ്. അതിനെക്കുറിച്ച് ഇനി ആരും ആവലാതിപ്പെടാതിരിക്കുക. അവനവന്റെ ഹാൻഡ്സെറ്റുകൾ ശരിയാക്കുക. നാരായണ. എല്ലാവർക്കും സ്നേഹപൂർവമായ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഈ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലെ 9ാമത്തെ സെമിനാറിലേക്ക് ഏവർക്കും സുസ്വാഗതം. പ്രത്യേകിച്ച് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ടുള്ള പോറ്റി അദ്ദേഹത്തിനും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ആചാര്യ തപസ ആംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത എന്ന പ്രമാണം അന്വർത്ഥമാക്കിക്കൊണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ തന്ത്രിവര്യനായ തരണനല്ലൂർ ശ്രീ ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ നിയമങ്ങളെല്ലാം വേണ്ട പോലെ പാലിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ തപസ് പൂജാദികൾ എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവാദികളെല്ലാം മുറപ്രകാരം നടത്തിക്കൊണ്ടും അന്നദാനാദികളും ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ആംനായ ജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ് ക്ഷേത്രവൃദ്ധി. ആചാര്യന്റെ തപസ് അഥവാ ആചാര്യന്റെ അനുഷ്ഠാനങ്ങൾ, അതുപോലെ വേദങ്ങളുടെ ജപം, അതുപോലെ നിയമങ്ങൾ അനുഷ്ഠിക്കുക, ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പരിപാലിക്കുക, ഉത്സവ ആഘോഷങ്ങൾ വേണ്ടതുപോലെ കൊണ്ടാടുക, അന്നദാനം നിത്യമായിട്ട് നടക്കുക. ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഐശ്വര്യത്തെ പ്രാപിക്കുന്നത്, വൃദ്ധിയെ പ്രാപിക്കുന്നത് എന്ന് തന്ത്രശാസ്ത്രങ്ങളിലും മറ്റുമെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ രണ്ടാമത് പറഞ്ഞതായിട്ടുള്ള ആംനായ ജപം. ആംനായം എന്നാൽ വേദമന്ത്രങ്ങൾ എന്ന് താല്പര്യം. ആ വേദമന്ത്രങ്ങളുടെ ജപം നിരന്തരം ഒരു ക്ഷേത്രത്തിൽ നടക്കുകയാണെങ്കിൽ ആ ക്ഷേത്രം അഭിവൃദ്ധിയെ പ്രാപിക്കും. അതും വളരെ ഭക്തജനങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി സങ്കല്പിച്ചുകൊണ്ട് കൂട്ടമായി ജപിക്കുകയാണെങ്കിൽ സമൂഹ പാരായണത്തിന് വലിയ ശക്തിയുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും പുനർജീവിപ്പിക്കപ്പെട്ടത്, നവീകരിക്കപ്പെട്ടത്. അവിടെയുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധ, അവരുടെ നാരായണീയ പാരായണങ്ങൾ, ലളിതാ സഹസ്രനാമ പാരായണങ്ങൾ, വിഷ്ണു സഹസ്രനാമ പാരായണങ്ങൾ, ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന, ഭാഗവതം, അതുപോലെ ഭാഗവത സപ്താഹങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ് പല ക്ഷേത്രങ്ങളും അഭിവൃദ്ധിയെ പ്രാപിച്ചു വരുന്നത്. ആ ഒരു പ്രമാണമനുസരിച്ചിട്ടുള്ള സങ്കല്പം നമ്മുടെ തന്ത്രിവര്യൻ ഭക്തജനങ്ങളോട് അറിയിച്ചു. അങ്ങനെ ശ്രീ പത്മനാഭ ഭക്തമണ്ഡലി എന്ന ഒരു
ഭഗവാനെ സേവിക്കുന്ന, പത്മനാഭസ്വാമിയെ സേവിക്കുന്ന ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. അവരുടെ ആഭിമുഖ്യത്തിൽ ശ്രീ പത്മനാഭ സ്വാമിയുടെ സന്നിധിയിൽ കുലശേഖര മണ്ഡപത്തിൽ വെച്ച് അഖണ്ഡമായി വിഷ്ണു സഹസ്രനാമ ജപം നടന്നു വരുന്നു. നിത്യേന നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു വരുന്നു. അത് 2024 ഏപ്രിൽ മാസം വിഷു ദിവസമാണ് ആരംഭിച്ചത്. ഇന്നേക്ക് 558 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസം കൊണ്ട് അവിടെ പങ്കെടുത്ത് ജപിച്ചതായിട്ടുള്ള ജപസംഖ്യ അഥവാ നാമങ്ങൾ 20 കോടിയിലധികമായിരിക്കുന്നു എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു 6 മാസം കൂടുമ്പോൾ എല്ലാവരും കൂടെ ആ പ്രദക്ഷിണ വഴിയിൽ ശിവേലി പുരയിലെല്ലാം നിറഞ്ഞിരുന്നു കൊണ്ട് കൂട്ടമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് സമർപ്പണം ചെയ്യുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായവുമുണ്ട്. അത് 3 സമർപ്പണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ആ 3ലും പങ്കെടുക്കാനുള്ള സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിൻ്റെ ധന്യത എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി 4ാമത്തെ സമർപ്പണം ഉത്ഥാന ഏകാദശി ദിവസമായിട്ടുള്ള ഈ നവംബർ 2-നാണ്. അന്നേക്ക് വലിയൊരു ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ ആ പരിപാടി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിരന്തരമായ അഖണ്ഡ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജൂലൈ 6-ന് ശയന ഏകാദശി ദിവസം മുതൽക്ക് ആരംഭിച്ചതായിട്ടുള്ള 118 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു പഠന യജ്ഞം, സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം വിശദമായി പഠിക്കുക. കാരണം അർത്ഥമറിയാതെ ജപിച്ചാലും ഫലമുണ്ട് ഈ നാമങ്ങളെല്ലാം. എങ്കിലും അതിന് എത്രയോ ഇരട്ടി ഫലമാണ് അർത്ഥഭാവനയോടുകൂടി ഓരോ നാമങ്ങളും ചൊല്ലുമ്പോൾ ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ഈ അർത്ഥം അറിയാതെ ജപിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഫലമാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു പ്രയോജനത്തിന് വേണ്ടി സംപൂജ്യ ചിദാനന്ദപുരി സ്വാമിജികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആചാര്യതയിൽ ഒരു ദിവസം ഒരു ശ്ലോകം എന്ന രീതിയിൽ ധ്യാന ശ്ലോകം മുതൽക്ക് അതിൻ്റെ പഠനം ആരംഭിച്ചു. അത് ഇന്നേക്ക് 100 ദിവസം കഴിഞ്ഞു. ഇനി 18 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. 18 ദിവസം ഇല്ല, 100 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അപ്പോ ഒരു 1.5 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാം വളരെ ധന്യരാണ്. എല്ലാവർക്കും ശ്രീ പത്മനാഭസ്വാമിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ സഹസ്രനാമം ആ പത്മനാഭ സന്നിധിയിൽ വെച്ച് പാരായണം ചെയ്യാൻ കഴിയുന്നവരൊക്കെ അതിഭാഗ്യവാന്മാർ. അവിടെ എന്നും എത്തിപ്പെടാൻ പറ്റാത്തവർ വല്ലപ്പോഴുമെങ്കിലും സങ്കല്പം ചെയ്ത് അവിടെ വന്ന് ആ ജപത്തിൽ പങ്കുചേരുക. സമർപ്പണ ദിവസങ്ങളിൽ വന്നാൽ അത്യുത്തമം. എല്ലാവരും 2000-3000 ആളുകളാണ് സമർപ്പണങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. അപ്പൊ അതിൽ വന്ന് പങ്കെടുക്കുന്നത് അത്യുത്തമം, നല്ല ദിവസങ്ങളായിരിക്കും അത്. അപ്പൊ ഇങ്ങനെ അതിഭാഗ്യവാന്മാരായിട്ടുള്ളവരാണ്, സുഹൃതികളാണ് ഈ ഭഗവാന്റെ നാമം ജപിക്കുന്നത്. അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു, എല്ലാവരെയും നമസ്കരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നിത്യവും മുടങ്ങാതെ അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുവേണ്ടി വളണ്ടിയേഴ്സായിട്ട് പല സേവനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ സ്നേഹപൂർവം നമസ്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് 9ാം സെമിനാറാണ്. ഓരോ 10 ദിവസം കൂടുമ്പോഴും സെമിനാർ നടത്തുന്നു. 10 ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ 10 ശ്ലോകങ്ങൾ കഴിയുമ്പോഴാണോ? എന്തായാലും ഇത് 9ാമത്തെ സെമിനാറാണ്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം വിഷ്ണു സഹസ്രനാമം നിത്യജീവിതത്തിൽ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും
വിഷ്ണു സഹസ്രനാമം നിത്യജീവിതത്തിൽ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിത്യവും ജപിക്കേണ്ടതാണ്. ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതി രൂപമചസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. ആചാര്യ ഭഗവത്പാദര് ഭജഗോവിന്ദത്തിൽ പാടുന്നു, ഗേയം ഗീതാ നാമസഹസ്രം. ഭഗവത്ഗീതയും ഭഗവാന്റെ സഹസ്രനാമവും എപ്പോഴും ഗാനം ചെയ്യപ്പെടേണ്ടതാണ്, അതൊരു കർത്തവ്യമായി കരുതേണ്ടതാണ് എന്നർത്ഥം. അപ്പോ അനാദികാലമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങൾ ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ ഈ ഈശ്വരസ്തുതി എന്നുള്ളത് ഒരു സമ്പ്രദായമാണ്. ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് വേദങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടായതായിട്ടുള്ള ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ ഈശ്വരസ്തുതിയാണ്. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാധമം എന്ന് തുടങ്ങുന്ന അഗ്നിസ്വരൂപനായ പരമാത്മാവിനെ, ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭം. അപ്പോ അങ്ങനെ പിന്നീട് ഇഷ്ടദേവതാരൂപത്തിൽ അനേക സ്തുതികൾ ഉണ്ടായി വന്നു. അങ്ങനെ വേദങ്ങളിൽ തന്നെ പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, നാരായണ സൂക്തം, അല്ലെങ്കിൽ ദുർഗാ സൂക്തം, ശ്രീ സൂക്തം മുതലായിട്ടുള്ള സൂക്തങ്ങൾ, ധാരാളമായിട്ടുള്ള സൂക്തങ്ങൾ ഉണ്ടായി വന്നു. അതുപോലെ പിന്നീട് ഇതിഹാസ പുരാണങ്ങളിലും അനേക കീർത്തനങ്ങൾ, അനേക സൂക്തങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമാദികൾ എല്ലാം ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരസ്തുതി എന്ന് ചോദിച്ചാൽ, ആത്യന്തികമായി മനസ്സിനെ ശുദ്ധീകരിച്ച് നിഷ്കളങ്കമാക്കി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതായിട്ടുള്ള ഈശ്വരനെ ദർശിക്കുവാനുള്ള യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ നാമജപം ചെയ്യേണ്ടത്. അദ്വൈത വേദാന്തം എല്ലാവർക്കും വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതിന് അധികാരികളായിട്ടുള്ള ആളുകൾ, സാധന ചതുഷ്ടയ സമ്പന്നരായിട്ടുള്ളവർ, വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക, സമ്പത്തി, മുമുക്ഷുത്വം മുതലായിട്ടുള്ള യോഗ്യതകളുള്ളതായിട്ടുള്ള ആളുകൾക്കാണ് വേദാന്തം പഠിക്കാനുള്ളതായിട്ടുള്ള അർഹതയുള്ളത്. അവരാണ് അധികാരികൾ എന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാധാരണക്കാരായിട്ടുള്ളവർ എന്ത് ചെയ്യും? അവർക്ക് വേദാന്തം അഭ്യസിക്കാനോ വേദാന്ത ശ്രവണം ചെയ്യുവാനോ അതിലെ ആശയങ്ങൾ സ്വാംശീകരിക്കാനോ അനുഭവമാകാനോ തടസ്സമായിരിക്കുന്നു. അതിന് കാരണം എന്താണ്? അവരുടെ പക്വതയില്ലായ്മ, മനോമാലിന്യങ്ങളുടെ ആധിക്യം, അവരുടെ പാപവാസനകൾ, ഇതൊക്കെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തടസ്സങ്ങളെ നീക്കാൻ, മനസ്സിലെ മാലിന്യങ്ങളെയെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ആദികാലമായിട്ട് നാമജപത്തെ ഒരു എന്താ പറയുക, ഇത് മനോമാലിന്യങ്ങളെ കഴുകിക്കളയുന്ന ഒരു ഗംഗാപ്രവാഹമായിട്ട്, ഒരു ഔഷധമായിട്ട് എല്ലാം ഉപദേശിച്ചിരിക്കുന്നത്. നിരന്തരമായ നാമജപം കൊണ്ട് അന്ധക്കരണം പരിശുദ്ധമായി തീരുന്നു. കാരണം നാമജപം ആ ഈശ്വരന്റെ സ്മരണയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സ്മരണ നമ്മുടെ മനസ്സിനെ അത്യന്തം നിർമ്മലമാക്കി മാറ്റുന്നു, പരിശുദ്ധമാക്കി മാറ്റുന്നു. അങ്ങനെ മനസ്സ് നിർമ്മലമാകുന്നതോടുകൂടിയിട്ട് അതിലെ രജോ ഗുണവും തമോ ഗുണവും നീങ്ങി അത് ശുദ്ധമാകുന്നതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള അന്തരാത്മാവായിരിക്കുന്ന ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞിട്ടുണ്ട്. സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. ആ ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അപ്പോ ആ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത അവർക്ക് കൈവരിക്കുന്നു.
അപ്പൊ ഇങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം അഥവാ ഉപായമാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം, നാമജപം. ഇനി എല്ലാവർക്കും ഈ ഒരു മോക്ഷേച്ഛ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് പ്രയോജനം ഈ നാമജപം കൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഗീതയില് പറയുന്നുണ്ട്, 4 വിധം ഭക്തന്മാർ എന്നെ ഭജിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ചതുർവിധ ഭക്താഹ മാം ഭജന്തി. 4 പ്രകാരത്തിലുള്ള ഭക്തന്മാർ എന്നെ ഭജിക്കുന്നു. ആരൊക്കെയാണത്? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇങ്ങനെ 4 കൂട്ടരെ പറയുന്നുണ്ട്. അപ്പൊ ആർത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർത്തി എന്നാൽ ദുഃഖമാണ്. അപ്പൊ പലതരം പീഡകളെ കൊണ്ട് ദുഃഖിക്കുന്നവർ, രോഗാദി ദുരിതങ്ങൾ, ദാരിദ്ര്യം, അതുപോലെ ശത്രുപീഡ, മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള ഭയം, ഇതെല്ലാം കൊണ്ട് ദുഃഖിക്കുന്നതായിട്ടുള്ള ആളുകളെയാണ് ആർത്തന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാരും ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അവരുടെ എന്താ പറയുക, ദുഃഖം മാറാൻ വേണ്ടിയിട്ടാണ് അവർ ഭഗവാനെ ഭജിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ദുഃഖം മാറാൻ ഈ വിഷ്ണു സഹസ്രനാമം സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയിൽ അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആർക്ക് എന്ത് വേണമോ അല്ലെ, അതെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ്. ധർമാർത്ഥി പ്രാപ്നുയാ ധർമ്മം, അർത്ഥാർത്ഥി ചാർത്ഥമാപ്നുയാ കാമാൻ അവാപ്നുയാ കാമി, പ്രജാർത്ഥി പ്രാപ്നുയാ പ്രജാഹ എന്ന് തുടങ്ങി ന ഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോദ്യുതിമാൻ ബലരൂപഗുണാന്വിതഃ രോഗാർത്ഥോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത് ഭയാൻ മുച്യേത ഭീതസ്തു മുച്യേത ആപന്ന ആപതഃ എന്ന് എണ്ണി 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 പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ധർമ്മത്തെ അർത്ഥിക്കുന്നവൻ. അപ്പൊ നമ്മുടെ ഭക്തന്മാരിൽ 2ാമത്തെ കൂട്ടരാണ് അർത്ഥാർത്ഥികൾ എന്ന് പറയുന്നത്. അർത്ഥം എന്നാൽ പ്രയോജനം. പ്രയോജനത്തെ അർത്ഥിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു പ്രയോജനം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവരെയാണ് അർത്ഥാർത്ഥി ഭക്തന്മാരെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രയോജനം, അത് ധർമ്മം ആവാൻ ചിലരുടെ പ്രയോജനം. പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിലേറ്റവും പ്രഥമമായിരിക്കുന്നത് ധർമ്മം എന്ന പുരുഷാർത്ഥമാണ്. ധർമ്മം എന്നാൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ, നമ്മുടെ നിലനിൽപ്പ് തന്നെയാണ്. നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണ്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധാര്യതേ അനേന ഇതി ധർമ്മ. എല്ലാറ്റിനെയും ധരിച്ചു നിൽക്കുന്നതാണ് ധർമ്മം. അപ്പൊ എന്നെ ഞാനാക്കി നിർത്തുന്നത് എന്റെ ധർമ്മമാണ്. ഓരോരുത്തരെയും അവരവരാക്കി നിലനിർത്തുന്നത് അവരവരുടെ ധർമ്മമാണ്. അപ്പൊ നിലനിൽപ്പ് തന്നെയാണ് ധർമ്മം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നിലനിൽപ്പ് അഥവാ സുരക്ഷിതത്വം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ആ നിലനിൽപ്പ് അഥവാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമ ജപം. ധർമാർത്ഥി പ്രാപ്നുയാ ധർമ്മം. അതുപോലെ ധനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ അർത്ഥാർത്ഥികൾ, അവൻ അർത്ഥത്തെ പ്രാപിക്കുന്നു. അർത്ഥാർത്ഥി ചാർത്ഥമാപ്നുയാത്. അർത്ഥാർത്ഥി അർത്ഥത്തെ പ്രാപിക്കുന്നു. കാമാൻ അവാപ്നുയാത് കാമി. വേറെ ലൗകിക വിഷയങ്ങൾ, ഓരോരോ ആഗ്രഹങ്ങൾ ഉള്ളവർ അവരവരുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നു എന്നാണ്. കാമാൻ അവാപ്നുയാത് കാമി. പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാഹ. പ്രജ എന്നാൽ സന്താനം. അപ്പൊ സന്താനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സന്താന ലാഭം ഉണ്ടാകുന്നു. അതുപോലെ യശസ് പ്രാപ്നോതി വിപുലം. വിപുലമായ യശസ്സിനെ അവൻ പ്രാപിക്കുന്നു. ആർക്കാണ് കീർത്തി വേണ്ടാത്തത്? എല്ലാവർക്കും യശസ് ആഗ്രഹമുള്ളതാണ്. അങ്ങനെ യശസ്സിനെ പ്രാപിക്കുന്നു, വിപുലമായ യശസ്സിനെ പ്രാപിക്കുന്നു. ജ്ഞാതി പ്രാധാന്യമേവച്ച്. ജ്ഞാതി പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ധാരാളം ബന്ധുക്കൾ ഉണ്ടാവുക, ആ ബന്ധുക്കളിൽ താൻ പ്രധാനിയായി മാറുക. ജ്ഞാതീനാം മധ്യേ പ്രധാനഃ ഭവതി.
ജ്ഞാതികൾ എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങളാണ്. ആ ബന്ധുക്കളിൽ വെച്ച് താൻ പ്രധാനിയായി മാറുക എന്ന് വെച്ചാൽ മറ്റു ബന്ധുക്കൾക്കെല്ലാം താൻ ഒരു താങ്ങായി മാറുക, ആശ്രയമായി മാറുക, മറ്റുള്ളവരെല്ലാം തന്നെ ആദരവോടെ നോക്കുക. അതാണ് ജ്ഞാതി പ്രാധാന്യം എന്ന് പറയുന്നത്. ആ ഒരു ഭാവം പ്രാപിക്കുന്നു, ബന്ധുക്കളിൽ വെച്ച് പ്രബലനായി മാറുന്നു, എല്ലാവർക്കും ആശ്രയമായിരിക്കുന്ന ഒരാളായി മാറുന്നു. അചലാം ശ്രിയമാപ്നോതി ശ്രേയഃ പ്രാപ്നോതി അനുത്തമം. അചലമായ ശ്രീ എന്നാ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ശ്രീ എന്നാൽ ചഞ്ചലയാണ്. ലക്ഷ്മി ദേവി ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അചലാം ശ്രിയം ആപ്നോതി എന്ന, ഇളകാത്ത ഐശ്വര്യത്തെ അവൻ പ്രാപിക്കുന്നു, സമ്പത്തിനെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? ഇവൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അവിടെ വിഷ്ണുവിന്റെ അഥവാ നാരായണന്റെ നിത്യ സാന്നിധ്യം ഉണ്ടാകുന്നു. എവിടെയാണോ നാരായണൻ ഇരിക്കുന്നത് അവിടെ ലക്ഷ്മി പിരിയാതിരിക്കുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്മി ദേവി അത്രയ്ക്ക് പതിവ്രതയാണ്. ലക്ഷ്മി ദേവി ഭക്തന്മാരിലാണ് ചഞ്ചല, തന്റെ ഭർത്താവായ ഭഗവാനിൽ അചഞ്ചലയാണ്. അനപായിനി എന്നാണ് പല ഭാഗത്തും ഭാഗവതത്തിൽ ലക്ഷ്മി ദേവിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അനപായിനി എന്ന് പറഞ്ഞാല് ഭഗവാനിൽ നിന്ന് അപായം ഇല്ലാത്തവൾ, പിരിഞ്ഞിരിക്കാത്തവൾ. ദേവി ഭഗവാനെ പിരിയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കുചേലൻ കൊടുത്ത അവില്, അല്ലെങ്കിൽ കുചേലനിൽ നിന്ന് ഭഗവാൻ പിടിച്ചെടുത്തതായിട്ടുള്ള അവില് ഒരു പിടി വാരി ഭക്ഷിച്ചു. രണ്ടാമത്തെ പിടി ഭക്ഷിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ആയിരിക്കുന്ന രുക്മിണി ദേവി ഭഗവാന്റെ കൈപിടിച്ചു. എന്തുകൊണ്ട്? ഭഗവാനെ പിരിയാൻ ലക്ഷ്മി ദേവിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. കാരണം രണ്ടാമതൊരു പിടി കൂടി ഭഗവാൻ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ആ കുചേലന്റെ ദാസിയായി കുചേലന്റെ ഗൃഹത്തിൽ സേവ ചെയ്യേണ്ടി വരും, ഭഗവാനെ പിരിഞ്ഞു പോകേണ്ടി വരും. അത് ദേവിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പതിവ്രതയായ ദേവി തൻ്റെ ഭർത്താവിനെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുചേലന്റെ അവില് ഭഗവാൻ രണ്ടാമത്തെ പിടി ഭക്ഷിക്കാൻ പോയപ്പോൾ പിടിച്ച് നിർത്തിയത്. അനപായിനിയാണ് ദേവി എന്ന് പറയുക. അപ്പോ എപ്പോഴും ഭക്തന്മാരിൽ അസ്ഥിരയായിരിക്കുന്ന ലക്ഷ്മി ദേവി ഇവിടെ നാരായണ ഭക്തന്മാരിൽ സ്ഥിരയായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അചലാം ശ്രിയമാപ്നോതി, അചലമായ ശ്രീയെ പ്രാപിക്കുന്നു. ശ്രേയഃ പ്രാപ്നോതി അനുത്തമം, താരതമ്യമില്ലാത്തൊരു ശ്രേയസിനെ, ആത്യന്തികമായ ഒരു മനോവികാസത്തെ, മനസ്സുഖത്തെ, ആനന്ദത്തെ, മോക്ഷസുഖത്തെ എല്ലാം ആ ഭക്തൻ പ്രാപിക്കുന്നു എന്നാണ്. അതുപോലെ നഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി. ഒരിക്കലും അവൻ ഒരിടത്തു നിന്നും ഭയമില്ലാതാവുന്നു. അവന് വീര്യം അഥവാ ശക്തി, അതുപോലെ തേജസ് എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യം, അങ്ങനെയുള്ള ശക്തിയും പ്രാഗൽഭ്യവും എല്ലാം അവൻ പ്രാപിക്കുന്നു. ഭവത്യരോഗോ, അവൻ അരോഗനായി ഭവിക്കുന്നു, രോഗമില്ലാത്തവനായി ഭവിക്കുന്നു. ദ്യുതിമാൻ ഭവതി, നല്ല കാന്തിയുള്ളവനായി, മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ളതായിട്ടുള്ള സൗന്ദര്യവും വ്യക്തിത്വവും ഉള്ളവനായി മാറുന്നു. ബലരൂപ ഗുണാന്വിത, ബലം, നല്ല ശാരീരിക ബലവും രൂപ സൗന്ദര്യവും എല്ലാ മറ്റു ഗുണങ്ങളും ചേർന്നവനായി തീരുന്നു. രോഗാർത്ഥോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത്. രോഗം കൊണ്ട് പീഡിതനായിരിക്കുന്നവൻ അതിൽ നിന്ന്, രോഗത്തിൽ നിന്ന് മുക്തനായി തീരുന്നു. ബദ്ധനായിരിക്കുന്നവൻ അഥവാ ബന്ധനസ്ഥനായിരിക്കുന്നവൻ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവൻ ആ കാരാഗൃഹത്തിൽ നിന്ന് മുക്തനായി തീരുന്നു. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായിട്ടുള്ള പലതരം ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തനായി തീരുന്നു, സ്വതന്ത്രനായി തീരുന്നു. മറ്റൊരർത്ഥത്തിൽ അവൻ ആത്യന്തികമായി സംസാരബദ്ധനാണ്, ആ സംസാരബന്ധത്തിൽ നിന്ന് തന്നെ മുക്തനായി തീരുന്നു. ഭയാത്മുച്ഛേദ ഭീതസ്തു, ഭീതനായിരിക്കുന്നവരാകട്ടെ ഭയത്തിൽ നിന്ന് മുക്തനാകുന്നു. മുച്ഛേദ ആപന്ന ആപതഃ, ആപത്തിൽ നിന്ന്, ആപത്തിൽ ആപന്നനായിരിക്കുന്നവൻ ആ ആപത്തുകളിൽ നിന്ന് മുക്തനായി തീരുന്നു. അപ്പൊ ഇങ്ങനെ എന്താണ് ലഭ്യമല്ലാത്തത് ഈ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട്? എല്ലാ ദുർഗങ്ങളെയും അവൻ അതിതരണം ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മുക്തനായി തീരുന്നു എന്ന് വിസ്തരിച്ച് ഫലശ്രുതി പറഞ്ഞിരിക്കുന്നു. ഇനി ആരാണ്
ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ യോഗ്യനായിട്ടുള്ളവർ എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ ചൊല്ലാൻ സാധിക്കുമോ? മനുഷ്യരായാൽ മതി. മനുഷ്യരാവണമെന്ന് കൂടിയില്ല, ഏത് ജന്തുവിനും ജപിക്കാമെന്ന് സൂചിപ്പിക്കുന്നതിലൂടെ അല്ലേ? പല ഭാഗത്തും ജന്തു എന്ന പദപ്രയോഗം തന്നെയുണ്ട്. ഏത് ജന്തുവാണോ ഈ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവൻ ആ ഭയത്തിൽ നിന്ന് മുക്തനായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹനുമാൻ സ്വാമിയെ പോലെയുള്ള വാനരന്മാരായിരിക്കുന്ന ഭക്തന്മാർ പോലും, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ആർക്കും, ഏത് രൂപത്തിലുള്ളവർക്കും ആകുമെങ്കിൽ അവർക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. അപ്പൊ പിന്നെ മനുഷ്യരായിട്ടുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ആ മനുഷ്യരിൽ എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും, ഇനി വർണ്ണങ്ങൾക്കെല്ലാം ബാഹ്യരായിരിക്കുന്നവർക്കും ഇത് ചൊല്ലാവുന്നതാണ്. ഇത് മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വൈശമ്പായനും ഭീഷ്മരും സ്വയം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഫലശ്രുതി. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നു, വേദാന്തകോ ബ്രാഹ്മണസ്യാത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധസ്യാത് ശൂദ്ര സുഖമവാപ്നുയാത്. ബ്രാഹ്മണഃ വേദാന്തകഃ സ്യാത്. ബ്രാഹ്മണൻ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ അവൻ വേദാന്തകനായി ഭവിക്കുന്നു. എന്താ വേദാന്തകൻ? ഗനാണ്, വേദാന്തകനല്ല. വേദാന്തകൻ എന്താ? വേദാന്തത്തെ ഗമിച്ചവൻ എന്നർത്ഥം. വേദസ്യ അന്തം ഗച്ഛതീതി വേദാന്തകഃ. അപ്പൊ വേദത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ ആ ഉപനിഷത് ജ്ഞാനം, ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം പ്രാപിച്ചവനാണ് വേദാന്തകൻ. അപ്പൊ ബ്രാഹ്മണന് വേണ്ടത് ബ്രഹ്മജ്ഞാനമാണ്. അവൻ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു. ക്ഷത്രിയോ വിജയീ ഭവേത്. ക്ഷത്രിയന് വേണ്ടത് വിജയമാണ്. വിജയം കൊതിക്കുന്ന ജിഷ്ണുക്കളാണ്, ജയിഷ്ണുക്കളാണ് ക്ഷത്രിയന്മാർ. എപ്പോഴും അവർക്ക് വേണ്ടത് വിജയമാണ്. അവർക്ക് വേണ്ടതായിട്ടുള്ള വിജയം ഈ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് ലഭിക്കുന്നു. ക്ഷത്രിയോ വിജയീ ഭവേത്. വൈശ്യോ ധനസമൃദ്ധസ്യാത്. വൈശ്യന്മാർക്ക് വേണ്ടത് ധനമാണ്. അവർ ധനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ അധ്വാനം മുഴുവൻ. കൃഷി, ഗോരക്ഷ, വാണിജ്യം മുതലായതെല്ലാം വൈശ്യന്മാരുടെ വൃത്തിയാണ്. അവർ ഇതെല്ലാം ചെയ്യുന്നത് ധാരാളം ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈശ്യൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ധനസമൃദ്ധനായി ഭവിക്കും. ശൂദ്രഃ സുഖം അവാപ്നുയാത്. ശൂദ്രന് ഈ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ടുണ്ടാകുന്നത് സുഖം പ്രാപിക്കും എന്നാണ് വാഗ്ദാനം. അപ്പൊ പല ആളുകളും, പല ആചാര്യന്മാരും വിഷ്ണു സഹസ്രനാമം ശൂദ്രന്മാർ ജപിച്ചുകൂടാ, അവർ കേട്ടാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ഭാരതത്തിൽ അത് പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തിൽ സാക്ഷാൽ ഭീഷ്മ ഉവാച എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗം ആരംഭിച്ചത് തന്നെ. ഇത് പറയുന്നത് വ്യാസ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനാണ്. ഇത് എഴുതി വെച്ചിട്ടുള്ളത് വ്യാസനാണ്. അപ്പൊ സാക്ഷാൽ വ്യാസനും വൈശമ്പായനും ഭീഷ്മരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫലശ്രുതി. ഭീഷ്മ ഉവാച എന്ന് പറഞ്ഞ് ഇതീതം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഃ നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം എന്ന് തുടങ്ങി യഇദം ശൃണുയാ നിത്യമേശ്ചാപി പരികീർത്തയേത് നാശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോ അമുത്രേഹ ച മാനവഃ. അപ്പൊ ആരാണോ ഇത് നിത്യവും ശ്രവിക്കുന്നത്, ആരാണോ നിത്യവും പരികീർത്തിക്കുന്നത്, അവൻ ഒരിക്കലും അല്പം പോലും അശുഭത്തെ പ്രാപിക്കുകയില്ല. ഈ ലോകത്തിലും പരലോകത്തിലും. അമുത്ര ഇഹച. അമുത്രേഹ എന്ന് പറഞ്ഞാൽ അമുത്രച ഇഹച. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, അമുത്ര എന്ന് പറഞ്ഞാൽ പരത്ര പരലോകേ എന്നർത്ഥം. അപ്പൊ അവൻ ഇവിടുന്ന് പോയാലും, ഏത് ലോകത്തിൽ ചെന്നാലും, ഏത് പിതൃലോകത്തിലാകട്ടെ, സ്വർഗലോകത്തിലാകട്ടെ, അല്ലെങ്കിൽ അതിന് ഊർധ്വലോകങ്ങളിലാവട്ടെ, എവിടെ ചെന്നാലും അവന് അശുഭമുണ്ടാവുകയില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ടാണ് ശൂദ്ര സുഖമവാപ്നുയാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശൂദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന സുഖമാണെന്ന് മനസ്സിലാകും. ശൂദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖിക്കുന്നവൻ എന്നാണ്. ശുചാ ദ്രവതേ ഇതി ശൂദ്ര. ശോകത്താൽ ദ്രവിക്കുന്നവൻ ശൂദ്രൻ. എന്താണ് അവന്റെ ദുഃഖത്തിന് കാരണം, ശോകത്തിന് കാരണം എന്നാൽ അജ്ഞാനമാണ്, ദേഹാഭിമാനമാണ്.
അജ്ഞാന നിമിത്തമുള്ളതായിട്ടുള്ള ദേഹാഭിമാനം കൊണ്ടാണ് അവന് ദുഃഖമുണ്ടാകുന്നത്. ഇവൻ നിരന്തരം ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ പതുക്കെ അവൻ ദേഹാഭിമാനത്തിൽ നിന്ന് ഉയർന്ന് അവൻ സംസ്കാരം കൊണ്ട് ദ്വിജത്വം പ്രാപിക്കും. അങ്ങനെ അറിവ് നേടി അവൻ സുഖത്തെ പ്രാപിക്കും. സുഖം എന്നതിന്റെ പര്യായമാണ് ശർമ്മ. ശർമ്മ എന്നാൽ സുഖമാണ്, അല്ലെ? ബ്രാഹ്മണരുടെ സബ് ടൈറ്റിലായിട്ട് ശർമ്മ ശബ്ദം പ്രയോഗിക്കും. എന്താണ് അർത്ഥം? സുഖം എന്നാണ്. സുഖം അനുഭവിക്കുന്നവനാണ് ശർമ്മ. അപ്പോ ശൂദ്രൻ സുഖമവാപ്നുയ എന്ന് പറയുമ്പോഴോ ശൂദ്രൻ ശർമ്മയായി മാറും എന്നും കൂടി ഇതിന് അർത്ഥം ഗ്രഹിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരും ജനിക്കുമ്പോൾ ജന്തുക്കളാണ്, അല്ലെങ്കിൽ ശൂദ്രപ്രായമാണ്. നമ്മളെല്ലാം മനുഷ്യരെല്ലാം ജനിക്കുമ്പോൾ ജന്മനാ ജായതേ ജന്തുഹു അല്ലെങ്കിൽ ജന്മനാ ജായതേ ശൂദ്രഃ സംസ്കാരേണ ദ്വിജഃ വേദാഭ്യാസേന വിപ്രഃ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണഃ എന്നിങ്ങനെ പടിപടിയായിട്ട് ഉയരാനുള്ളവരാണ്. നമ്മൾക്ക് ഈ ഭാവങ്ങൾ വന്നു ചേർന്നത് നമ്മുടെ ഗുണം കൊണ്ടാണ്, അല്ലെ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഓരോരുത്തരുടെയും ഗുണം കൊണ്ടാണ് അവനവന്റെ വർണ്ണത്തെ നമ്മൾ നിശ്ചയിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ള ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് നമ്മൾ ഒരാള് തമോ ഗുണം ആധിക്യമുള്ളവനെയാണ് ശൂദ്രൻ എന്ന് വിളിക്കുന്നത്. തമോ ഗുണത്തോടൊപ്പം രജോ ഗുണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വൈശ്യൻ എന്ന് വിളിക്കാം. രജോ ഗുണം വർദ്ധിച്ച് അതിന്റെ കൂടെ സത്വഗുണം കൂടെ ഉണ്ടെങ്കിൽ അവനെ ക്ഷത്രിയൻ എന്ന് വിളിക്കാം. സത്വഗുണം വർദ്ധിച്ച് മറ്റു 2 ഗുണങ്ങളും അതിന്റെ കൂടെയുള്ളവരെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഗുണം എന്നുള്ളത് ഒരു വ്യക്തിയിലും സ്ഥിരമായി നിൽക്കുന്ന ഒരു സാധനമേ അല്ല. ഈ ഗുണം ഒരു മനുഷ്യനിൽ തന്നെ, ഒരു വ്യക്തിയിൽ തന്നെ രാവിലെ തൊട്ട് രാത്രിയാകുമ്പോഴേക്കും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാലം കൊണ്ട് അതിന് വലിയ മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ നിരന്തരമായി അയാൾ ഇന്ന ആളാണെന്ന് പറയാൻ പാടുള്ളതല്ല. അയാൾക്ക് പരിണമിക്കാനുള്ള, അയാൾക്ക് ഉയർന്നു പോകാനുള്ള അർഹത നമ്മുടെ ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ ജനിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ശൂദ്രനായിരിക്കുന്നുവെങ്കിലും കാലം കൊണ്ട് അയാൾക്ക് ഉപാസന കൊണ്ട് അയാൾക്ക് ബ്രഹ്മണ്യം പ്രാപിക്കാവുന്നതാണ് എന്ന് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ അനേകം മഹാത്മാക്കളുടെ കഥകളിലൂടെ കാണാം. ഇതൊന്നും ഇപ്പൊ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ നിരന്തരം ഭാഗവത സപ്താഹങ്ങളും മറ്റുള്ള രാമായണാദികളും ഒക്കെ കേൾക്കുന്നവരാണ്. അതിലൊക്കെ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോ ഒരു വ്യക്തി, ആ ശൂദ്രൻ എന്ന് പറയുന്നത് അവന്റെ അറിവില്ലായ്മ കൊണ്ട് ദുഃഖിക്കുന്നവനാണ്. അവന്റെ അറിവില്ലായ്മ നീങ്ങി അവൻ മനസ്സ് ശുദ്ധമായി ഈശ്വര അനുഗ്രഹം കൊണ്ട് ഈശ്വരനെ അറിയുന്ന ഒരു ഭാവത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ സുഖത്തെ പ്രാപിക്കുന്നു എന്നും കൂടെ. അപ്പൊ ഏറ്റവും പ്രാകൃതനായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ സഹസ്രനാമ ജപം കൊണ്ട് ഉയരാൻ സാധിക്കും. അങ്ങനെ നാമജപം കൊണ്ട് ഉയർന്നൊരു മഹാത്മാവാണല്ലോ വാത്മീകി. നാരദൻ മുതലായിട്ടുള്ളവരൊക്കെ അതിന് ദൃഷ്ടാന്തങ്ങളാണല്ലോ, അല്ലേ? രാമ 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 എന്ന് പോലും ചൊല്ലാൻ കഴിവുണ്ടായിരുന്നില്ല വാത്മീകിക്ക്. രത്നാകരനായിരുന്ന അദ്ദേഹത്തെ സപ്തർഷികൾ രാമരാമ എന്ന് ഉപദേശിച്ചപ്പോ ചൊല്ലാൻ പറ്റാതെ മരാമ രാമ 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 എന്ന് ആ രാമനാമം മറിച്ച് ചൊല്ലിക്കൊണ്ട്, വിപരീത വർണ്ണത്തിൽ ചൊല്ലിക്കൊണ്ട് പിന്നീട് രാമനാമമായി മാറി ആ രാമനാമത്തിന്റെ മഹിമ കൊണ്ട് മഹാകവിയായി, ആദികവിയായി, ആദ്യ ഇതിഹാസം രചിച്ച മഹാത്മാവായി തീർന്നു. അപ്പൊ തീർച്ചയായിട്ടും ആർക്കും ചൊല്ലാവുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് ഈ ബലശ്രുതി നമുക്ക് അടിവരയിട്ട് വ്യക്തമാക്കി തരുന്നു. ഇതാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഈ സഹസ്രനാമ ജപത്തിൽ നിന്നും ആരെയും വിലക്കാൻ ആർക്കും അധികാരമില്ല എന്നത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആർക്കും ആരെയും വിലക്കാൻ അധികാരമില്ല. കാരണം ഇത് വ്യാസകൃതമായിട്ടുള്ളതാണ്. ആ വ്യാസൻ എന്ന മഹാത്മാവ് ലോകത്തെ അനുഗ്രഹിക്കുവാൻ, കാരണം സ്ത്രീകളും വൈശ്യശൂദ്രാദികൾക്കും വേദം അഭ്യസിക്കാൻ അതിനുള്ള ശ്രദ്ധയോ സാമർഥ്യമോ ഇല്ലാത്തത് കൊണ്ട്, അല്ലേ, സ്ത്രീ വൈശ്യശൂദ്രാദികൾക്ക് ത്രയീന ശ്രുതിഗോചര
ആ ത്രൈവേദങ്ങൾ ശ്രുതിഗോചരമല്ലാത്തത് കൊണ്ട്, അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട്, അവർക്കതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ രചിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ഇതിഹാസത്തിന്റെ ഭാഗമാണ് ഈ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതം എന്ന ഇതിഹാസം പഞ്ചമവേദം എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചമവേദം അല്ലെങ്കിൽ ബ്രഹ്മസംഹിതം എന്ന് പല ഭാഗത്തും പറയും. ബ്രഹ്മ എന്ന ശബ്ദം കൊണ്ട് വേദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംഹിതം എന്ന് പറഞ്ഞാൽ തുല്യമായി അളക്കപ്പെടുന്നത്. അപ്പൊ ഈക്വൽ ടു വേദ എന്നാണ് ബ്രഹ്മസംഹിതം എന്ന വാക്കിനർത്ഥം. സാധാരണക്കാരുടെ വേദമാണ് ഇതിഹാസ പുരാണങ്ങൾ. ഋക്ക്, യജുസ്, സാമം, അഥർവം മുതലായിട്ടുള്ള വേദങ്ങൾ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാവില്ല, അഭ്യസിക്കാൻ ക്ലേശമാണ്, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും സാധ്യമല്ലാത്തത് കൊണ്ട് സാധാരണക്കാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസൻ ഇതിഹാസ പുരാണങ്ങൾ രചിച്ചത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്നാണ്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കണം എന്നാ പറഞ്ഞു. അങ്ങനെയുള്ള പഞ്ചമവേദമായ മഹാഭാരതം ഒരു രത്നാകരമാണ്. അതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു 5 രത്നങ്ങളെ പറയും, പഞ്ചരത്നങ്ങൾ. ആ പഞ്ചരത്നങ്ങള് ഒന്ന് വിതുരനീതിയാണ്. വിതുരൻ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ധർമ്മം, രാജധർമ്മം, അതാണ് വിതുരനീതി. അതുപോലെ സനത്കുമാര മഹർഷി ഉപദേശിക്കുന്നതായിട്ടുള്ള സനത് സുജാതീയം മറ്റൊരു രത്നമാണ്. അതുപോലെ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുന്ന മറ്റൊരു രത്നമാണ് മഹാഭാരതത്തില്. അതേപോലെ യക്ഷപ്രശ്നം, സാക്ഷാൽ യമധർമ്മൻ യക്ഷരൂപത്തിൽ വന്ന് യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് യുധിഷ്ഠിരൻ കൃത്യമായ ഉത്തരം പറയുന്ന ഒരു 124ഓളം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ യുധിഷ്ഠിരൻ ഉത്തരം കൊടുക്കുന്നതായുള്ള യക്ഷപ്രശ്നം. ഇതൊരു 4 രത്നങ്ങളാണ്. മറ്റൊരു രത്നമാണ് വിഷ്ണു സഹസ്രനാമം. അപ്പൊ ഈ വിഷ്ണു സഹസ്രനാമമാണ് ഇതിൽ ഏറ്റവും മഹാരത്നം, ഏറ്റവും ഈ വേദങ്ങളുടെ മുഴുവൻ സാരമായിട്ടുള്ള രത്നം. വിഷ്ണു സഹസ്രനാമത്തിനാണ് ഈ മഹാഭാരതത്തിൽ ഏറ്റവും മഹിമയുള്ളത്. മറ്റുള്ള 4 പലരും പഠിച്ചു എന്ന് വരാൻ, പഠിക്കാതിരിക്കാം. എന്നാൽ ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നിത്യവും പാരായണം ചെയ്യുന്നത് ഈ വിഷ്ണു സഹസ്രനാമമാണ്. അപ്പൊ സകല വേദങ്ങളും ചൊല്ലുന്നതിൻ്റെ പ്രയോജനമാണ് ഈ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട്. അതുകൊണ്ട് വേദങ്ങൾ നിത്യവും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുക എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുകയാണ്. ആ വിഷ്ണു സഹസ്രനാമത്തിൽ വേദങ്ങളുടെ സാരമായിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് വർണ്ണിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുരുഷ സൂക്തത്തിന്റെയും വിഷ്ണു സൂക്തത്തിന്റെയും നാരായണ സൂക്തത്തിന്റെയും ഒക്കെ സാരമായിട്ടുള്ള നാമങ്ങൾ തന്നെയാണ് ഈ വിഷ്ണു സഹസ്രനാമത്തില് വർണ്ണിച്ചിരിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ ഉള്ള നാമങ്ങളെ മുഖ്യമായിട്ട് 3ആയിട്ട് വിഭാഗം ചെയ്യാം. ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുന്ന, സ്വരൂപ ലക്ഷണം വർണ്ണിക്കുന്നതായിട്ടുള്ള നാമങ്ങളുണ്ട്. പരമാർത്ഥ ഭാവത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഉപനിഷത്ത് സമാനമായിട്ടുള്ള പദങ്ങൾ ഭഗവാന്റെ നാമമായി വർണ്ണിച്ചിരിക്കുന്നു. അതുപോലെ തടസ്ഥ ലക്ഷണം എന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ജഗത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായത് ചെയ്യുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഭാവങ്ങളെ, ഈശ്വരൻ എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ ഭഗവാന്റെ ഭഗങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന, അഥവാ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നതായിട്ടുള്ള നാമങ്ങളുണ്ട്. ഭഗമെന്നാൽ ഗുണം തന്നെയാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതാണ് ഒരു തരം നാമങ്ങൾ, രണ്ടാമത്തെ വിഭാഗം. മറ്റൊരു നാമങ്ങൾ ഭഗവാന്റെ അവതാര നാമങ്ങൾ, അവതാര ലീലകളോട് ബന്ധപ്പെട്ട നാമങ്ങൾ. അവതാരത്തിൽ ഭഗവാൻ എന്തെല്ലാം ചെയ്തു, അല്ലെങ്കിൽ ആരുടെ മകനായി ജനിച്ചു, ആരുടെ സഹോദരനായി ജനിച്ചു, അല്ലെങ്കിൽ ആരുടെ ഭർത്താവായി മുതലായത് സൂചിപ്പിക്കുന്നതായിട്ടുള്ള നാമങ്ങൾ. ദേവകീ നന്ദനായ നമഃ, വാസുദേവായ നമഃ,
അല്ലെ, നന്ദഗോപതനയായ നമഃ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നാമങ്ങള് ഭഗവാന്റെ ആരുടെ മകനാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അതുപോലെ ബലഭദ്രപ്രിയാനുജായ നമഃ എന്ന് പറഞ്ഞാൽ ബലരാമന്റെ അനുജനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇങ്ങനെ രുക്മിണി വല്ലഭായ നമഃ എന്ന് പറഞ്ഞാൽ രുക്മിണിയുടെ ഭർത്താവിനായിക്കൊണ്ട് നമസ്കാരം എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന ഭഗവാന്റെ അവതാര ലീലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും ഇങ്ങനെയായിട്ടാണ് മൂന്നായിട്ട് ഇതിനെ കാണേണ്ടത്. 3 തലങ്ങളിലുള്ളതായിട്ടുള്ള ഉപാസനയാണ്. ഏറ്റവും താഴേക്കിടയിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ആരംഭിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഭഗവാന്റെ അവതാര നാമങ്ങളായിരിക്കും ഏറ്റവും ഹൃദ്യമായിട്ട് അനുഭവപ്പെടുക. അതിലൂടെ ഭഗവാന്റെ ആ രൂപവും മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനോട് ഒരു താദാത്മ്യം, ഒരു അടുപ്പം, ആ തന്മയീഭാവം അവർക്ക് വർദ്ധിച്ചു വരും. പിന്നീട് ഭഗവാന്റെ ആ ഈശ്വരൻ എന്നുള്ള ഭാവത്തെ അറിയുവാൻ അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകും. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരാദികൾ ചെയ്യുന്ന, ആ ലീല ചെയ്യുന്ന ഭഗവാന്റെ ആ മഹത്വം, ഭഗവാന്റെ ഐശ്വര്യം, ഇതെല്ലാം ബോധ്യപ്പെടുവാനായിക്കൊണ്ട് ആ നാമങ്ങളിലേക്ക് അവർ കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങും. പിന്നീട് ഭഗവാന്റെ ആ പരമാർത്ഥ തത്വം വർണ്ണിക്കുന്നതായിട്ടുള്ള നാമങ്ങൾ, ഭഗവാന്റെ ആ സത്യസ്വരൂപത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള നാമങ്ങൾ, അതിലേക്ക് ഉയർന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് മനനം ചെയ്ത് അത് നിധിധ്യാസനം ചെയ്യുമ്പോൾ താൻ ആരെ സ്തുതിക്കുന്നുവോ ആ ഭഗവാനും താനുമായിട്ട് യാതൊരു ഭേദവുമില്ല എന്നുള്ളതായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ഈ ഭക്തൻ വളരുക. അപ്പൊ താൻ ഒരു ഉപാസ്യമൂർത്തിയെ ആദ്യം ആരാധിച്ചു തുടങ്ങുന്നു. പിന്നീട് ഈ ജഗന്നാഥനായ ഭഗവാനെ അറിയുന്നു. അങ്ങനെ ജഗത്തും ഭഗവാനും തമ്മിൽ ഭേദമില്ല എന്നും അറിയുന്നു. സർവാത്മഭാവത്തിലേക്ക് അവൻ ഉയരുന്നു. ആ സർവാത്മഭാവത്തിൽ നിന്ന് വീണ്ടും പരമാത്മഭാവത്തിലേക്ക്, പരമതത്വത്തിലേക്ക് ഉയരാനും ഈ സഹസ്രനാമം അവനെ സഹായിക്കുന്നു. അതിന് ഈ അർത്ഥഭാവനയോടുകൂടി സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. അതിവേഗത്തിൽ അവർക്കത് ഉയരാനായിക്കൊണ്ട് സാധിക്കും. അർത്ഥഭാവന കൂടാതെയുള്ളതായിട്ടുള്ള ജപം വളരെ കാലമെടുത്തുകൊണ്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടാവുക. ഭക്തിപൂർവം അർത്ഥമറിയാതെയും നാമം ജപിച്ചാൽ തീർച്ചയായിട്ടും ആ ഈശ്വര അനുഗ്രഹം കൊണ്ട് അവർക്ക് അവരുടെ ശ്രദ്ധയ്ക്കനുസരിച്ച്, ഭക്തിക്കനുസരിച്ച് എത്രയും വേഗം ഈശ്വര തത്വം അറിയാനായിക്കൊണ്ടുള്ള യോഗ്യത ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ നാമം നിരന്തരം നമ്മുടെ നാവിൽ ഉണ്ടാകുന്നത് ആ ഭഗവത് സ്മരണയ്ക്ക് നമ്മളെ സഹായിക്കും. ഇതാണ് നമ്മുടെ അനേക ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. നമ്മൾ എന്തൊക്കെയോ പരദൂഷണം പറയാനും വിഡ്ഢിത്തരങ്ങൾ പറയാനുമായിട്ട് ലോക വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ മനസ്സിനെ കൂടുതൽ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ നമ്മളുടെ അധപ്പതനത്തിന് കാരണമായിരിക്കുന്നു, നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ, ആത്യന്തികമായിട്ടുള്ള ശാന്തി ഉണ്ടാവണമെങ്കിൽ, ആനന്ദം അനുഭവിക്കണമെങ്കിൽ, ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ അതിനുള്ള എളുപ്പ വഴിയാണ് കലികാലത്ത് നാമസങ്കീർത്തനം. കലവു കേശവ കീർത്തനാകുന്ന. കൃതയുഗത്തിൽ ധ്യാനവും, ത്രേതായുഗത്തിൽ യജ്ഞവും, ദ്വാപരയുഗത്തിൽ പൂജാദികളും, കലിയുഗത്തിൽ കേശവ കീർത്തനമാണ് ഏറ്റവും എളുപ്പം. കാരണം കലിയുഗത്തിൽ കേശവ കീർത്തനം ചെയ്യാൻ പോലും ആർക്കും സാധിക്കില്ല. അത്രയ്ക്ക് എന്താ പറയുക, നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ചുറ്റുപാട് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ ധ്യാനം വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. യജ്ഞാദികൾ വേണ്ട പോലെ ചെയ്യാനായിക്കൊണ്ടുള്ള ദ്രവ്യങ്ങൾ ലഭിക്കുക എന്നതുപോലെ ഇന്ന് നല്ല ദ്രവ്യങ്ങളൊന്നും എവിടെയും കിട്ടാനില്ല, അല്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്നതായുള്ള പല പൂജകളിലും ഒക്കെ ഉപയോഗിക്കുന്നതായുള്ള ദ്രവ്യങ്ങളൊക്കെ നമുക്കറിയാം ഏറ്റവും വൃത്തികെട്ട സാധനങ്ങളാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയോ നെയ്യോ അതുപോലെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഏത് വസ്തു എടുത്തു നോക്കിയാലും അതിലൊക്കെ പല മാലിന്യങ്ങളും കലർന്നതാണ്. ഒന്നും ഈശ്വരനെ സമർപ്പിക്കാൻ യോഗ്യമായിട്ടുള്ളതേ അല്ല. അപ്പൊ യജ്ഞങ്ങളും പൂജാദികളും ഒക്കെ വളരെ ക്ലിഷ്ടമായിരിക്കുന്ന കാലമാണ്. ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളത് അത്യന്തം എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതിന് യാതൊരു എന്താ പറയുക തടസ്സവുമില്ല, പ്രയാസവുമില്ല എന്ന് വീണ്ടും ആചാര്യൻ പറയുന്നു. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുതഹരേ എന്നതിനൊരുവർ നാവൊന്നെ വേണ്ടു ഹരിനാരായണായ നമഃ. നാരായണ അച്യുത ഹരേ എന്ന് ചൊല്ലുന്നതിന് വേറൊന്നും വേണ്ട, ഊരിന്നു വേണ്ട. ഊര് എന്ന് പറഞ്ഞാൽ പുണ്യദേശങ്ങൾ. പുണ്യദേശങ്ങളിൽ പോയിരുന്നാലേ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സത്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ദേശം ശുദ്ധമായിരിക്കണം. അല്ലാത്ത ദേശങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ആ പരിശുദ്ധി ഉണ്ടാവില്ല. അപ്പൊ നല്ല ഊരിൽ ചെന്നാലേ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളൂ. അത് വേണ്ടെന്നാ പറയണത്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്. ഭഗവാന്റെ നാമം ചൊല്ലാൻ ഒരു സംഭാരവും ആവശ്യമില്ല. യജ്ഞങ്ങളും പൂജകളും ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സംഭാരങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. യജ്ഞ സാമഗ്രികൾ ഒരുക്കേണ്ടതുണ്ട്. ഒരുപാട് പാത്രങ്ങളും ഉപകരണങ്ങളും ഹോമകുണ്ടങ്ങളും അല്ലെങ്കിൽ പൂജയ്ക്ക് വിഗ്രഹാദികളും ഒക്കെ ആവശ്യമുണ്ട്. അതൊന്നും വേണ്ട എന്നാ. ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട. ഒരു തുള്ളി വെള്ളം പോലും ആവശ്യമില്ല ഭഗവാന്റെ നാമം ജപിക്കാൻ. തീർത്ഥസ്ഥാനങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. ഗംഗ, യമുന, സരസ്വതി മുതലായ തീർത്ഥങ്ങൾ തെരഞ്ഞു പോവുകയും വേണ്ട. അതാണ് നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന്. നിജധാരങ്ങൾ എന്നല്ല, സ്വന്തം ഭാര്യ പോലും വേണ്ട. യാഗങ്ങളൊക്കെ ചെയ്യുമ്പോ യജമാനന് ദമ്പതി സമേതനായിരിക്കണം, ഭാര്യാസമേതനായിരിക്കണം. തൻ്റെ ഭാര്യയോടുകൂടി വേണം യജമാനൻ, യജമാനിയോടുകൂടി വേണം പല യാഗങ്ങളും ചെയ്യാൻ. യജമാനൻ എന്ന വാക്കിന്റെ അർത്ഥം യാഗം ചെയ്യുന്നവൻ എന്നാണ്. അപ്പൊ യാഗം ചെയ്യുന്നവന് പത്നി കൂടെ ഉണ്ടാവണം. ഇവിടെ പറയുന്നു നാമം ചൊല്ലാനായിക്കൊണ്ട് നിജധാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുതഹരേ എന്നതിനൊരുവർ നാവൊന്നെ വേണ്ടു ഹരിനാരായണായ നമഃ. നാവ് മാത്രമേ വേണ്ടൂ. അപ്പൊ നാവ് കൂടാതെ ജന്മമാണോ എന്ന് പൂന്താനം ചോദിക്കുന്നുണ്ട്. നാവു കൂടാതെ ജന്മമതാകിലോ ആകയോ നരകങ്ങളിൽ പേടി കുറകയോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കാത്തത്? നരകങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്നെന്ന പാപങ്ങൾക്ക് ഇന്നെന്ന നരകഫലമെന്ന് കേട്ടിട്ടില്ലേ? ആ പാപങ്ങളെല്ലാം ക്ഷയിക്കാനുള്ളതായിട്ടുള്ള മാർഗമാണ് ഭഗവാന്റെ നാമജപം. ജപം ചെയ്യുന്നവന്റെ സകല പാപങ്ങളും നശിക്കുന്നു. ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടങ്ങളായിട്ടുള്ള 3 നാമങ്ങളാണ് അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഈ നാമങ്ങളാണ് നമ്മൾ ആചമനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഏത് കർമ്മം ആരംഭിക്കുമ്പോഴും അതിനു മുമ്പായിട്ട് അല്പം വെള്ളം ഉള്ളം കയ്യിലേക്ക് എടുത്തിട്ട് അതിനെ വായിലേക്ക് പ്രോക്ഷണം ചെയ്യുക, ഒഴിക്കുക. അതിനാണ് ആചമനം എന്ന് പറയുന്നത്. അപ്പൊ അതില് ആദ്യത്തെ നാമമായി അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന് പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ 3 ശരീരങ്ങളും ശുദ്ധമായി എന്നാ പറയാ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് പറഞ്ഞാൽ ഈ 3 ശരീരങ്ങളെ കൊണ്ടും ചെയ്ത പാപങ്ങള്, അശുദ്ധികള് എല്ലാം ആ ഭാവന കൊണ്ട് തന്നെ ഇല്ലാതാവുന്നു. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോ ഭിവാ യസ്മരേ പുണ്ഡരീകാക്ഷം സഭാഗ്യാഭ്യന്തര ശുചിഹി. അപവിത്രനായിക്കോട്ടെ പവിത്രനായിക്കോട്ടെ, ഏതവസ്ഥയെ പ്രാപിച്ചവനായിക്കോട്ടെ, സർവാവസ്ഥാംഗതോ ഭിവാ യസ്മരേ പുണ്ഡരീകാക്ഷം. ആരാണോ ആ പുണ്ഡരീകാക്ഷനെ സ്മരിക്കുന്നത്, താമരക്കണ്ണനെ സ്മരിക്കുന്നത്, സഭാഗ്യ ആഭ്യന്തര ശുചി, അവൻ അകവും പുറവും ശുദ്ധനായവനായിത്തീരുന്നു എന്നാണ്. അപ്പൊ ആ ഭഗവത് സ്മരണ
നമ്മളെ ഭഗവാനുമായി കണക്ട് ചെയ്യുന്നു. നാമം നാമിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. നാമിയുമായി നമ്മൾ ബന്ധപ്പെടുന്നതോടുകൂടി എന്താവണു, അഗ്നിയോട് നമ്മൾ ബന്ധപ്പെട്ടാൽ എന്താവും, നമുക്ക് ചൂടുണ്ടാവും. അത് ആരാണെങ്കിലും ശരി, അറിഞ്ഞ് അഗ്നിയെ സ്പർശിച്ചാലും അറിയാതെ സ്പർശിച്ചാലും അഗ്നി നമ്മളെ പൊള്ളിക്കും. അഗ്നിയുടെ ചൂട് നമ്മൾ അനുഭവിച്ചേ പറ്റും. അതേപോലെ ഔഷധം, മരുന്ന്, നമ്മൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആ മരുന്ന് കഴിച്ചാൽ രോഗം മാറും. ആ മരുന്നിന്റെ തത്വമൊന്നും അറിയേണ്ടതില്ല. ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, നമ്മൾ വാങ്ങിച്ച് കഴിക്കണം. ആ കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗം മാറുന്നു. അപ്പൊ മരുന്നിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാതെ നമ്മൾ ആ മരുന്ന് കഴിച്ചാലും അത് നമ്മുടെ അസുഖത്തെ മാറ്റുന്നത് പോലെയാണ്. ഭഗവാന്റെ നാമം നമ്മൾ നിരന്തരം ചൊല്ലുമ്പോൾ അതിന്റെ ശക്തി, ആ നാമിയുമായിട്ട് അത് ബന്ധിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ മുഴുവൻ അത് ദഹിപ്പിച്ച് കളയും. അഗ്നി എല്ലാ മാലിന്യങ്ങളെയും ദഹിപ്പിക്കുന്നത് പോലെ ആ ഈശ്വര സ്മരണ നമ്മുടെ ഉള്ളിലുള്ള സകല പാപവാസനകളെയും ക്ഷയിപ്പിക്കും. അതുകൊണ്ട് നിരന്തരമായി നിത്യവും ഭഗവാന്റെ നാമം ചൊല്ലേണ്ടതാണ് എന്നാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ നിത്യവും ചൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന്ന് ലോപിച്ചു പോയതാണ്. നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ സന്ധ്യാനാമങ്ങൾ ചൊല്ലാത്ത ഗൃഹങ്ങൾ അപൂർവമായിരുന്നു. ഇന്ന് ചൊല്ലുന്ന ഗൃഹങ്ങൾ അപൂർവങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ന് എവിടെയെങ്കിലും വീടുകളിൽ വൈകുന്നേരം വിളക്ക് വെക്കുന്നുണ്ടോ, ഏതെങ്കിലും ഗൃഹങ്ങളിൽ സന്ധ്യാനാമം ചൊല്ലുന്നുണ്ടോ എന്ന് വളരെയധികം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വളരെ റയറായിട്ടേ സംഭവിക്കുന്നുള്ളൂ. എല്ലാ വീടുകളിലും ഈ സന്ധ്യാവേളകളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സീരിയലുകൾ കണ്ടുകൊണ്ടും പരദൂഷണം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ പുറത്തിറങ്ങി ആവശ്യമില്ലാതെ തെണ്ടി നടന്നുകൊണ്ടെന്ന് പറയാം. പല കാര്യങ്ങൾക്കുമായിട്ട് ഇറങ്ങി നടന്നുകൊണ്ട് ഈ സന്ധ്യാവേളകളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെയൊക്കെ മുടക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഈ ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഇൻസ്പിരേഷനായി മാറട്ടെ, ഒരു പ്രചോദനമായി മാറട്ടെ ഈ പത്മനാഭസ്വാമിയുടെ തിരുനടയിൽ വെച്ച് എല്ലാവരും കൂടി സമഷ്ടിയായി ഈ നാമം ചൊല്ലുന്നത്. എല്ലാവരും കൂടി ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് വളരെ പ്രചോദനാത്മകമാണ്. നിരന്തരം ചൊല്ലി 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 ആ സഹസ്രനാമവുമായിട്ട് ഒരു താദാത്മ്യം ആ വ്യക്തികൾക്ക് ഉണ്ടാവും. ഒറ്റയ്ക്ക് ചൊല്ലാൻ മടിയുണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ കൂട്ടത്തോടുകൂടി ചൊല്ലി 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 അതുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. ഇനി അവർക്ക് ഏതെങ്കിലും ദിവസം വരാൻ കഴിഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ ഇനി പ്രായാധിക്യത്തിൽ അല്ലെങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് വീട് വിട്ട് വരാൻ കഴിയാത്ത അവസ്ഥയിലും അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജപിക്കാവുന്നതാണ്. മാത്രമല്ല വീട്ടിലിരുന്ന് ജപിക്കണം. എന്തിനു വേണ്ടി? അവനവന് വേണ്ടിയും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ വളരുന്നതായിട്ടുള്ള തലമുറകൾക്ക് വേണ്ടി. മുതിർന്നവർ കുട്ടികളെ ഉപദേശിക്കുകയല്ല വേണ്ടത്, സന്ധ്യയ്ക്ക് നാമം ചൊല്ലൂ, അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കൂ, ക്ഷേത്രത്തിൽ പോകൂ എന്നൊന്നും ഉപദേശിക്കുകയല്ല വേണ്ടത്. അച്ഛനമ്മമാര് ചെയ്തു കാണിച്ചാൽ, അവരെ അനുഷ്ഠിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ ശീലമായി, സംസ്കാരമായി അത് മാറും. ആരും പറയാതെ തന്നെ അവര് അതെല്ലാം അനുഷ്ഠിക്കുന്നതായിട്ട് കാണാം. നമ്മുടെയൊക്കെ അനുഭവം അതാണല്ലോ. നമ്മളൊക്കെ അങ്ങനെ ഒരു തലമുറയിൽ നിന്ന് വന്നതാണ്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് നിത്യവും അവർ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഗൃഹത്തിലിരുന്നു കൊണ്ട് സന്ധ്യാവേളകളിലും രാവിലെയും അവരുടെ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നു അപ്പോഴൊക്കെ പാഴാക്കാതെ സഹസ്രനാമങ്ങളും നാരായണീയവും ശങ്കരാചാര്യ കൃതികളായ സൗന്ദര്യ ലഹരിയും ദേവീ മാഹാത്മ്യവും ഭാഗവതവും രാമായണവും ഇതെല്ലാം ഒഴിവുള്ളതുപോലെയൊക്കെ സമയം ചിട്ടപ്പെടുത്തിയിട്ട് ഒരു നേരം പോലും കളയാതെ അവരത് ഉപയോഗിച്ചിരുന്നു. ദിവസേന പകൽ മുഴുവൻ പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പൂർവികരായിരുന്നവർ പോലും രാത്രിക്ക് വന്നാലെങ്കിലും ആ അനുഷ്ഠാനങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ രാത്രിയിൽ സഹസ്രനാമം ചൊല്ലാം. ഏത് നേരത്ത് വേണമെങ്കിൽ സഹസ്രനാമം ചൊല്ലാം. എപ്പോഴും നമുക്ക് വിഷമമുണ്ടാകുന്നുവോ ഭയമുണ്ടാകുന്നുവോ
ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ദുഃഖമുണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ചൊല്ലാവുന്നതാണ് ഈ സഹസ്രനാമം. എപ്പോ ഭയമുണ്ടായാലും ഏറ്റവും എളുപ്പത്തിൽ ഭഗവാനെ ഭജിക്കാവുന്ന ശ്ലോകമാണ് വനമാലി ഗദീ ശാർംഗീ ശംഗീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതു. ഇത് കുട്ടികളെ പഠിപ്പിക്കുക. ഭഗവാന്റെ വിവിധ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ഭാവമാണ്. വനമാല ധരിച്ചിരിക്കുന്ന ആ സുന്ദരമൂർത്തി, ഗത ധരിച്ചിരിക്കുന്നവൻ, കൗമോദകി എന്ന ഗതയെ ധരിച്ചിരിക്കുന്നവൻ ഗതി, ശംഖി പാഞ്ചജന്യം എന്ന ശംഖം ധരിച്ചിരിക്കുന്നവൻ, ചക്രി സുദർശനം എന്ന ചക്രം ധരിച്ചിരിക്കുന്നവൻ, നന്ദകം എന്ന വാൾ ധരിച്ചിരിക്കുന്നവൻ, ശാർംഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്നവൻ. അങ്ങനെ വിവിധ ആയുധങ്ങളോട് കൂടിയവനായ ഭഗവാൻ നമ്മുടെ ചുറ്റും നിന്ന് രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. വനമാലി ഗദി ശാർംഗി ശംഖി ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതോ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ വിഷ്ണു, വാസുദേവൻ, എല്ലാറ്റിലും വസിക്കുന്നവനാണ് വാസുദേവൻ. എല്ലാം അവനിൽ വസിക്കുന്നത് കൊണ്ടും അവൻ വാസുദേവൻ. അങ്ങനെയുള്ള ആ വാസുദേവൻ നമ്മുടെ ചുറ്റും നമ്മളെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് കുട്ടികളെ ആദ്യം പഠിപ്പിക്കുക. പിന്നെ കുട്ടികൾ കേൾക്കെ നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം ഗൃഹത്തിൽ സന്ധ്യാവേളകളിലെല്ലാം ചൊല്ലുക. അങ്ങനെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് പഴയ നാമജപം തിരിച്ചു വരട്ടെ. അങ്ങനെ നമ്മുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള സകല സംസ്കാരവും ഐശ്വര്യവും വീണ്ടെടുക്കാനായിക്കൊണ്ട് നമുക്കതിലൂടെ സാധിക്കും. ഭഗവാന്റെ നാമജപത്തിന്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരുന്നതല്ല. അജാമിളോപാഖ്യാനം പോലെയുള്ളതായിട്ടുള്ള കഥയെല്ലാം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ എത്രയോ മഹാത്മാക്കളുടെ കഥകളെല്ലാം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മഹത്വമാണ്. അതുകൊണ്ട് നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറയണു, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആരാണോ ശരീരം വെടിയുന്നത് അവൻ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാദിത്യജം ദേഹം സയാതി പരമാം ഗതിം. ആ അന്ധകാലേച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അന്ധകാലത്തിലും എന്ന് പറയണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. ഇപ്പൊ തുടങ്ങിയാലേ അന്ധകാലത്തിൽ മരണകാലത്ത് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ കേരളം ഭരിച്ച രാജാവായിരുന്ന, ചേര വംശത്തിലെ രാജാവായിരുന്ന കുലശേഖര ആഴ്വാർ അല്ലെങ്കിൽ കുലശേഖര പെരുമാൾ എന്നറിയപ്പെടുന്ന മഹാരാജാവ് തൻ്റെ മുകുന്ദമാല എന്ന കീർത്തന ആ സ്തോത്രത്തിലൂടെ എത്ര പ്രാവശ്യമാണ് ഭഗവാന്റെ, ഏതെല്ലാം ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാന്റെ നാമമാഹാത്മ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തഃ അദ്യൈവ മേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രജാണ സമയേ കഭവാദപിത്തൈഃ കണ്ഡാവരോദന വിദൗ സ്മരണം കുതസ്തേ. ഭഗവാനോട് പറയണ, ഹേ കൃഷ്ണ, ത്വദീയ പദപങ്കജ പഞ്ചരാന്തഃ, അങ്ങയുടെ പാദകമലമാകുന്ന കൂട്ടിലേക്ക്, പഞ്ചരത്തിന്റെ അന്തഃ ഉള്ളിലേക്ക്, അദ്യൈവമേ വിശതുമാനസരാജഹംസഃ, ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ എന്റെ മനസ്സാകുന്ന രാജഹംസം പ്രവേശിക്കുമാറാകട്ടെ. അപ്പൊ മനസ്സിനെ ഒരു രാജഹംസമായും ഭഗവാന്റെ പാദത്തെ ഒരു താമരക്കൂടായും ഉപമിച്ചിരിക്കുന്നു. താമര ഇഷ്ടമാണ് ഹംസങ്ങൾക്ക്. അപ്പൊ താമര ഭക്ഷിച്ചുകൊണ്ട് താമരയിൽ തന്നെ വിശ്രമിക്കും ഹംസങ്ങൾ. അതുപോലെ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദകമലമാകുന്ന കൂട്ടിലേക്ക് ഇപ്പൊ തന്നെ പ്രവേശിക്കട്ടെ. കാരണം എന്താ? പ്രാണപ്രജാണ സമയേ കഭവാദപിത്തൈഃ കണ്ഡാവരോധന വിദൗ സ്മരണം കുതസ്തേ. എൻ്റെ പ്രാണപ്രയാണ സമയത്ത്, എൻ്റെ മരണമെടുക്കുന്നതായിട്ടുള്ള സമയത്ത് കഫം, വാദം, പിത്തം, ഈ ത്രിദോഷങ്ങളും ഇളകി
കണ്ടം അവരോധിച്ചിരിക്കുന്ന, തൊണ്ട അടഞ്ഞിരിക്കുന്നതായുള്ള സമയത്ത് അങ്ങയെ എങ്ങനെ ഞാൻ സ്മരിക്കാനാണ്? എങ്ങനെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് എങ്ങനെ അങ്ങയുടെ നാമങ്ങൾ ജപിക്കാനാണ്? അതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ മനസ്സാകുന്ന രാജഹംസം അങ്ങയുടെ പാദകമലമാകുന്ന കൂട്ടിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ഇപ്പൊ തന്നെ അവിടെ വിശ്രമിക്കുമാറാകട്ടെ. അവിടുന്ന് വേറെ എവിടേക്കും പോകാതിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ നാവിൽ എപ്പോഴും ഭഗവാന്റെ നാമം മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പാടുകയാണ്. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ടന കോവിദേതി നാദേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപിനം പ്രതിപദം കുരുമാം മുകുന്ദ. പ്രതിപദം മാം ആലാപിനം കുരു. പ്രതിപദം എന്ന് പറഞ്ഞാൽ ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ കാലടി വയ്പും. ഞാൻ ഓരോ കാലടി വയ്ക്കുമ്പോഴും എൻ്റെ നാവിൽ വരുന്ന ഓരോ വാക്കും അങ്ങയുടെ വിവിധ നാമങ്ങളെ ചൊല്ലുന്നതായി ഭവിക്കട്ടെ. ശ്രീവല്ലഭായിതി വരദായിതി ഭക്തപ്രിയായിതി ഭവലുണ്ടന കോവിദായിതി നാഥായിതി നാഗശയനായിതി ജഗന്നിവാസായിതി. ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ചൊല്ലുവാൻ എന്നെ അനുവദിക്കണേ. പ്രതിപദം കുരു മാം മുകുന്ദ. ആലാപിനം കുരു. എന്നെ ആലാപിയാക്കി ചെയ്യൂ. ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ചൊല്ലുന്നവനാക്കി ചെയ്യൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ടത് ഇതേ പ്രാർത്ഥന തന്നെയാണ്. ഈ ഭഗവാന്റെ നാമജപം നിരന്തരമാകുമ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ഓരോരുത്തർക്കും വേണ്ടത് എന്താണെച്ചാൽ അത് നൽകുന്നു. അതാണ് ഫലശ്രുതിയിൽ പറയുന്നത്. ഓരോരുത്തർക്കും വേണ്ട ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും സുലഭമായി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതാണ് ഈ സഹസ്രനാമ ജപം ഒന്നുകൊണ്ട് മാത്രം. അപ്പൊ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണു സഹസ്രനാമമാണ് ഏറ്റവും മഹിമയേറിയതായിട്ടുള്ള നാമം. ആ ഭീഷ്മ പിതാമഹന്റെ എല്ലാ അധർമ്മ പാപങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മുക്തനാക്കുന്നത് ഈ സഹസ്രനാമ ജപമാണ്. അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർവകർമ്മങ്ങളുടെ ഫലമാണ്. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത് മുതൽ ചെയ്ത ഓരോ പ്രവൃത്തികളും എടുത്തു നോക്കിയാൽ അനുകരണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്തിട്ടില്ല. അത് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ധർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ ശരശയ്യയിൽ കിടന്നുകൊണ്ട് അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുകയാണ് ധർമ്മ ഉപദേശത്തിലൂടെ. തനിക്കറിയാവുന്ന താൻ 4 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുള്ള സകല ധർമ്മങ്ങളും 30,000-ലധികം ശ്ലോകങ്ങളെ കൊണ്ട് യുധിഷ്ഠിരന് ഉപദേശിച്ച് ലോകത്തിലേക്ക് നിലനിർത്തുന്നു. ഇതെല്ലാം അറിവുണ്ടായിട്ടും അത് അല്പം പോലും ജീവിതത്തിൽ ആചരിക്കാൻ കഴിയാതെ പോയ ഒരു ദുർഭാഗ്യം ബാധിച്ച ഒരു ജീവനാണ് ഭീഷ്മ പിതാമഹൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമായി അദ്ദേഹം ഭഗവത് പദത്തെ തന്നെ പ്രാപിക്കുന്നു. ഈ ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്തുകൊണ്ട് ഈ സഹസ്രനാമം ജപിച്ചുകൊണ്ട്. ഭഗവാൻ തന്നെ ഗീതയിലൂടെ പറയേണ്ട എത്ര മഹാപാപിയായാലും ആരാണോ എന്റെ ഭക്തനായി തീരുന്ന അവൻ ക്ഷിപ്രം ധർമാത്മാ ഭവതി അഭിചേത് സുദുരാചാരോ പാപേഭ്യ പാപകൃത്തമഃ. പാപകൃത്തുക്കളിൽ വെച്ച് തമനായിക്കോട്ടെ, സുദുരാചാരനായിക്കോട്ടെ, അവൻ എന്നെ സ്മരിക്കുന്നതോടുകൂടി ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി. ശാശ്വതമായ ശാന്തിയെ ഉടനെ തന്നെ അവൻ പ്രാപിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഭീഷ്മന് മുക്തി പ്രദാനം ചെയ്തതായിട്ടുള്ള നാമങ്ങളാണ് ഈ സഹസ്രനാമം. അത് ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. ഈ ലോകത്തിലുള്ള സകല നാമങ്ങളും ഭഗവാന്റെ നാമം തന്നെയാണ്. ഭഗവാന്റെ നാമങ്ങൾക്ക് പരിധികളില്ല. അത് 1000 നാമത്തിൽ ഒതുങ്ങുന്നതല്ല. പക്ഷെ 1000 നാമങ്ങൾ ഋഷീശ്വരന്മാർ പല ഭാഗത്ത് പ്രയോഗിച്ചതിനെ ഭീഷ്മ പിതാമഹൻ കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് ഒരു സ്തോത്ര രൂപത്തിൽ നമുക്ക് തന്നതാണ് ഭഗവാന്റെ സഹസ്രനാമം. അതിന്റെ മാഹാത്മ്യം അത്യത്ഭുതമാണ്. എത്രയോ പൂർവികരായിട്ടുള്ളവർ അതിന്റെ അനുഭവസ്ഥര് നമുക്കറിയാം. ഇപ്പോഴും അത് എന്താ പറയുക നിത്യം ജപിച്ചുകൊണ്ട്
അനുഗ്രഹ സമ്പന്നരായി തീർന്നിരിക്കുന്ന എത്രയോ മഹാത്മാക്കളുണ്ട്. നമ്മൾക്കും അവരുടെ പാത പിന്തുടരാം. ശ്രീ പത്മനാഭസ്വാമിയുടെ പരിപൂർണ അനുഗ്രഹത്തിന് എല്ലാവർക്കും പാത്രീഭവിക്കാം. പറഞ്ഞാലും ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാലും തീരാത്തതാണ്. എങ്കിലും ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഹരി ഓം സ്വാമിജി. സ്വാമിജി നമ്മുടെ കുടുംബാംഗം തന്നെയാണ് സ്വാമിജി. നമ്മുടെ എല്ലാ ദിവസത്തെയും നാമജപത്തില് ആദ്യന്തം സമർപ്പണത്തിലും എല്ലാം തുടർന്ന് വരുന്ന ഒരാൾ തന്നെയാണ്. കൗൺസിലി കുടുംബാംഗം തന്നെയാണ്. വളരെ നല്ല ഒരു അവതരണമാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായത്. ഗീതാജിയെ ഈ സെമിനാറിന്റെ നന്ദി പ്രകടനത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം സ്വാമിജി. ഹരിയോം. ഇന്ന് ശരിക്കും നന്ദി പറയേണ്ടിരുന്നത് വേറൊരു നമ്മുടെ ഒരു സുഹൃത്തിയാണ്. പക്ഷെ അവർക്കെന്തോ സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എനിക്കത് അവസരം കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. എന്ന് വെച്ചാല് സ്വാമിജി എനിക്ക് അത്രയും ഒരു ബഹുമാനിക്കുന്ന ഞാനൊരു വ്യക്തിയാണ്. അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്ത ശ്രീ നെയ്തശ്ശേരി മനോജ് അവർകള് വളരെയധികം വ്യക്തമായി നാമജപ മാഹാത്മ്യത്തോടു കൂടി തന്നെ ആ ഉദ്ഘാടനം നടത്തി അദ്ദേഹത്തിന് ഭക്തമണ്ഡലിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഞാൻ അത്യധികം ബഹുമാനിക്കുന്ന സ്വാമിജിക്ക് നന്ദി രേഖപ്പെടുത്താൻ കിട്ടിയ ഈ അവസരം ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. അതായത് ശോകത്താൽ ദ്രവിക്കുന്ന ശൂദ്രനെ സുഖം അനുഭവിക്കുന്നവനായ ശർമ്മയായി മാറ്റാൻ വിഷ്ണു സഹസ്രനാമത്തിന് ശക്തി ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്നു. മാത്രമല്ല സ്വാമിജിയുടെ വാക്കുകള് ഇത് ശ്രവിച്ച എല്ലാ പേർക്കും സഹസ്രനാമം ജപം കൊണ്ട് ജീവിതത്തിൽ പ്രയോജനം മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നു. പല ശ്രോതാക്കളുടെയും പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരവും കൂടിയായിരുന്നു സ്വാമിജിയുടെ ഈ വാക്കുകൾ. നന്ദി സ്വാമിജി. നമസ്കാരം. ഭക്തമണ്ഡലിയുടെ പേരിൽ എല്ലാവിധ നമസ്കാരങ്ങളും ഞാൻ അർപ്പിക്കുന്നു. പാദ നമസ്കാരം സ്വാമിജി. പിന്നെ ഇത് ഇത്രയും ശ്രവിച്ചിരുന്ന എല്ലാ പേർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ഭക്തമണ്ഡലിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം സ്വാമിജി. ഹരി ഓം സ്വാമിജി.